താൻ നിർമ്മിച്ച പിയാത്ത ശില്പം മൈക്കലാഞ്ചലോ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ച് ജോലിക്കാരുമുണ്ട് കൂടെ. ശില്പം ദേവാലയമുറ്റത്ത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോലിക്കാരോട് നന്ദി പറഞ്ഞ് യാത്രയാക്കാൻ ഒരുങ്ങി. അവർ ചോദിച്ചു, ഞങ്ങൾ ഈ ശില്പം ഒന്ന് കണ്ടോട്ടെ. മൈക്കലാഞ്ചലോ അവർക്കായി ആ ശില്പം ആദ്യമായി അനാവരണം ചെയ്തു. ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും ഉൾക്കൊള്ളുന്ന അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ നിന്നു. അവർ പോകാൻ തുടങ്ങിയപ്പോൾ മൈക്കലാഞ്ചലോ അവർക്ക് കുറച്ച് പണം നൽകി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതിഫലം വേണ്ട. ഈ ശില്പം കണ്ടതാണ്, അതും ആദ്യമായി കണ്ടതാണ് ഞങ്ങൾ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം. എല്ലാ ജോലിയും കൂലിക്ക് വേണ്ടിയാകരുത്. ചിലതെങ്കിലും ആത്മസംതൃപ്തിയും കർമ്മസാഫല്യവും നൽകണം. കണക്ക് പറഞ്ഞു വാങ്ങുന്ന കാൽപ്പണം നിത്യവൃത്തിക്കുള്ള വക തന്നേക്കാം. പക്ഷേ ആത്മനിർവൃതി ബാലൻസ് ഷീറ്റിൽ നിന്ന് രൂപപ്പെടില്ല. ആരെയും അവർക്കുള്ള പണത്തിന്റെ പേരിൽ മാത്രം അളക്കുകയോ അവരുടെ നിക്ഷേപസഞ്ചിയുടെ വലിപ്പത്തിനനുസരിച്ച് വിധി എഴുതുകയോ ചെയ്യരുത്. എത്ര വലിയ കൂലി കിട്ടിയാലും അടിമകൾക്ക് സന്തോഷമുണ്ടാകുമോ? അവരുടെ അഭിലാഷം സ്വാതന്ത്ര്യം മാത്രമല്ലേ? ജീവിക്കാനുള്ള വരുമാനം നൽകുന്നു എന്നതിന്റെ പേരിൽ ജീവിതം പിടിച്ചു വാങ്ങുന്ന യജമാനന്മാർ ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുകയാണ്. കർമ്മം പൂർത്തിയാകുമ്പോൾ കണ്ണുകളിൽ ഒരിക്കൽ പോലും ഒരു തിളക്കം ശേഷിക്കുന്നില്ലെങ്കിൽ അത് ജോലി ചെയ്യുന്നവർക്കും ചെയ്യിക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പാണ്.